നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പാലക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. സംസ്ഥാനത്തുടനീളം ഇന്നിപ്പോൾ KSU യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ട്. ഈ ഒരു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന CJP പ്രവർത്തകർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പാലക്കാട് പോസ്റ്റ് ഓഫീസിലേക്കുള്ള മാർച്ചിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യമാണ് കാണുന്നത്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, ഈ എന്തായാലും പാലക്കാട് നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധ മാർച്ച് വലിയ സംഘർഷത്തിലേക്കൊക്കെ നീങ്ങുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെയും KSUയുടെയും നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകരെല്ലാം ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. KM അഭിജിത്ത് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. പകുതി പ്രവർത്തകരെല്ലാം തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളിലേക്ക് KM അഭിജിത്ത് അടക്കമുള്ള പ്രവർത്തകരടക്കം ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷ അട്ടിമറിച്ച കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭ ഒന്നാകെ രാജിവെക്കണം തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ തലസ്ഥാനം ഡൽഹിയിൽ നടന്ന സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളവും കടക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ എല്ലാം ശക്തമായ പ്രതിഷേധം ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാടും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഇന്നലെ രാത്രി പ്രതിഷേധം നടന്നിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും KSUയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്നാണ് മാർച്ച് സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ് നിലവിൽ പ്രവർത്തകർ. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസും കടന്നിരിക്കുകയാണ്. അതുതന്നെയാണ് ഇപ്പോൾ പാലക്കാടും നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥ, അതായത് മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും പാലക്കാടും ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ KSUവിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള KM അഭിജിത്ത് ആണ് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ സമരം തുടരുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും ആരോപിച്ചിട്ടുള്ളത്.